ഈ ഇടയ്ക്ക് പുറത്ത് കിട്ടുന്ന ഓയിൽ ഫുഡ്സ് കൂടുതൽ കഴിക്കുന്നത് കാരണം ഹെൽത്ത് പ്രോബ്ലംസ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും ഈ എയർ ഫ്രയർ ചൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ശരിക്കും ഈ എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്ന ഫുഡ് സേഫ് ആണോ? ഇതെങ്ങനെയാ വർക്ക് ആവുന്നേ? ഇതിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഈ എയർ ഫ്രൈയിൽ കുക്ക് ചെയ്ത ഫുഡ് ഡീപ് ഫ്രൈ ടേസ്റ്റ് വരുമോ? ഈ എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഈ വീഡിയോയിൽ കാണാം. ജനറലി എയർ ഫ്രയർസ് 3 ടൈപ്പിലാണ്: സിംഗിൾ ബാസ്ക്കറ്റ്, ഡ്യുവൽ ബാസ്ക്കറ്റ് ആൻഡ് എയർ ഫ്രയർ ഓവൻ. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് സിംഗിൾ ബാസ്ക്കറ്റ് എയർ ഫ്രയർസ് ആയതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാനും സിംഗിൾ ബാസ്ക്കറ്റ് എയർ ഫ്രയർസ് ആണ് കമ്പയർ ചെയ്യുന്നത്. അതിനു വേണ്ടി ഞാൻ 3000 തൊട്ട് 10,000 റേഞ്ചിലുള്ള ബെസ്റ്റ് എയർ ഫ്രയർസ് മേടിച്ച് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് 5,000 to 10,000 റേഞ്ചിലുള്ള ഈ 4 എയർ ഫ്രയർസിനെ കുറിച്ച് നോക്കാം. ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡ്സ് എന്താന്ന് വെച്ചാൽ ന്യൂട്രികുക്ക്, ഫിലിപ്സ്, ന്യൂക്ക് ആൻഡ് ഹാവൽസ്. ഇപ്പൊ ഇതിൽ ഓയിൽ കൺസംഷൻ എത്രയാണ്, കുക്കിംഗ് ടൈം എത്രയാണ്, ഫുഡ് ഈവൻലി കുക്ക് ആവുന്നുണ്ടോ, ക്ലീനിങ് ഈസി ആണോ, ഡെയിലി യൂസിന് ഇത് പ്രാക്ടിക്കൽ ആണോ, ഇങ്ങനെ എല്ലാ പോയിന്റ്സിനെ ഡീറ്റെയിൽ ആയിട്ട് കമ്പയർ ചെയ്ത് ലാസ്റ്റിൽ ഏതാ ബെസ്റ്റ് എന്ന് പറയാം. ഈ പ്രൊഡക്ട്സിന്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ എയർ ഫ്രയർസ് ആരും സ്പോൺസർ ചെയ്തതല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്ത് ഈ 4 മോഡൽസിൽ ഏത് ബെസ്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞ 90 ഡേയ്സ് ആയിട്ട് ഡിഫറെന്റ് ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. ആദ്യം ഈ എയർ ഫ്രയർസ് എങ്ങനെ വർക്ക് ആവുമെന്ന് നോക്കാം. എയർ ഫ്രയറിൽ മേലിൽ ഒരു ഫാൻ ഉണ്ടാവും, അതിന്റെ താഴെ ഒരു ഹീറ്റിംഗ് എലിമെന്റും കാണും. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഹീറ്റിംഗ് എലിമെന്റ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് ഫാൻ ആ ഹോട്ട് എയറിനെ ഫുഡിന്റെ ചുറ്റും വളരെ ഫാസ്റ്റ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ട് ഫുഡ് എല്ലാ സൈഡ്സിൽ നിന്നും ഈവൻ ആയിട്ട് കുക്കായി പുറത്ത് നല്ല ക്രിസ്പി ടെക്സ്ചർ, ഓൾമോസ്റ്റ് ഡീപ് ഫ്രൈ ചെയ്തതുപോലെ തോന്നും. പക്ഷെ ഓയിൽ യൂസേജ് വളരെ കുറവായിരിക്കും. ഫസ്റ്റ് ഇതിന്റെ ഡിസൈൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതെല്ലാത്തിൽ എനിക്ക് ന്യൂക്ക് ഡിസൈൻ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് നല്ല സോളിഡ് ആൻഡ് കാണാനും പ്രീമിയം ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഡിഫറെന്റ് കളർ ഓപ്ഷൻസും ഉണ്ട്. ബാക്കി 3 എയർ ഫ്രയർസ് റെഗുലർ ബ്ലാക്ക് കളർ കൊണ്ടാണ് വരുന്നത്. ഇപ്പോ ഇതിന്റെ ഷേപ്സിനെ കുറിച്ച് പറയണമെങ്കിൽ ന്യൂട്രികുക്ക് റെക്ടാംഗിൾ ഷേപ്പിലാണ് വരുന്നത്, ന്യൂക്ക് ആൻഡ് ഫിലിപ്സ് സ്ക്വയർ ടൈപ്പ് ഡിസൈനും കൊണ്ടാണ് വരുന്നത്, ആൻഡ് ലാസ്റ്റ് ഹാവൽസ് സർക്കുലർ ഡിസൈനിലാണ് വരുന്നത്. അങ്ങനെ തന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ചെക്ക് ചെയ്താ ഇവിടെ ന്യൂക്ക് വളരെ സ്ട്രോങ് ആണ് ആൻഡ് റിമൈനിങ് 3ന്റെ ബിൽഡ് ക്വാളിറ്റിയും നന്നായിട്ട് തന്നെ ഉണ്ട്. ജനറലി എയർ ഫ്രയർസ് മേടിക്കണമെങ്കിൽ ഇതിന്റെ പ്രൈസ്, ഫീച്ചേഴ്സ്, കപ്പാസിറ്റി ഒക്കെ നോക്കും. പക്ഷെ അതിനേക്കാളും ഇതിൽ മെറ്റീരിയൽ യൂസ് ചെയ്തെന്ന് അറിയാവുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബാസ്ക്കറ്റിൽ വെച്ചല്ലേ ഫുഡ് കുക്ക് ചെയ്യുന്നത്. ഇവിടെ കണ്ട ന്യൂട്രികുക്ക് ആൻഡ് ന്യൂക്ക് സെറാമിക് കോട്ടിംഗ് മെറ്റീരിയൽ കൊണ്ടാണ് വരുന്നത്. ബ്രാൻഡ് ആണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നോൺ ടോക്സിക് മെറ്റീരിയൽ എന്ന് പറയുക. അതുകൊണ്ട് ഇതിൽ കുക്ക് ചെയ്ത് ഫുഡ് കഴിച്ചാലും ഒരു പ്രോബ്ലം കാണത്തില്ല. ഫിലിപ്സ് ആൻഡ് ഹാവൽസ് നോൺ സ്റ്റിക് കോട്ടിംഗ് കൊണ്ടാണ് വരുന്നത്. ഇതിൽ PTFE മെറ്റീരിയൽ ആണ് കാണുന്നത്. നോൺ സ്റ്റിക് എന്ന് കേട്ടുടനെ ഇത് നല്ലതല്ല എന്ന് ഫിക്സ് ആയിപ്പോ. പക്ഷെ കറക്റ്റ് ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്തോണ്ട് കോട്ടിംഗ് പീൽ ആവാതെ യൂസ് ചെയ്താൽ ഒരു കുഴപ്പം കാണത്തില്ല. ഇനി ഇതിനെ സ്റ്റീൽ സ്ക്രബ്ബർ കൊണ്ട് ക്ലീൻ ചെയ്താൽ കോട്ടിംഗ് പീൽ ആവാൻ തുടങ്ങും. അത് നമ്മുടെ ഫുഡിൽ മിക്സ് ആയി ഹെൽത്ത് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇതിനെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഓക്കെ. അല്ലെങ്കിൽ ഓൺലൈനിൽ ബേക്കിംഗ് ട്രേസ് കാണും, സോ അത് മേടിച്ചായാലും യൂസ് ചെയ്യാം. ഇനി ഈ കോട്ടിംഗ് മാത്രം കണ്ട് ഡിസൈഡ് ആവരുത്. നിങ്ങളുടെ യൂസേജ്, മെയിൻ്റെനൻസ് ഹാബിറ്റ്, ഫാമിലി സൈസ്, ബഡ്ജറ്റ് ഇതെല്ലാം കൂടി നോക്കി നിങ്ങൾക്ക് ഏറ്റവും സൂട്ട് ആവുന്ന മോഡലിനെ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് കപ്പാസിറ്റിനെ കുറിച്ച് പറയണമെങ്കിൽ ഇത് നിങ്ങളുടെ ഫാമിലി സൈസിനനുസരിച്ച് ഡിസൈഡ് ആവണം. ഇവിടെ കണ്ട ന്യൂട്രികുക്ക് 7.6 liters, ന്യൂക്ക് 6.5 liters, ഫിലിപ്സ് 6.2 liters ആൻഡ് ഹാവൽസ് 5.5 liters കപ്പാസിറ്റി കൊണ്ടാണ് വരുന്നത്. സോ നിങ്ങളുടെ വീട്ടിൽ 2 to 3 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഹാവൽസ് മതിയാവും. അതേ 4 to 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ന്യൂക്ക് അല്ലെങ്കിൽ ഫിലിപ്സ് കറക്റ്റ് ആണ്. അല്ല, നിങ്ങളുടെ ഫാമിലിയിൽ കൂടുതൽ ആൾക്കാരുണ്ട്, ലൈക്ക് 5 to 6 മെമ്പേഴ്സ് ഉണ്ട്, നിങ്ങൾ കുക്കിംഗ് കൂടുതൽ ചെയ്യും ആൻഡ് ഡയറ്റ് ഫോളോ ആവുന്നുണ്ടെങ്കിൽ ന്യൂട്രികുക്ക് പെർഫെക്റ്റ് ചോയ്സ് ആണ്. എന്നാന്ന് വെച്ചാൽ ഇതിന്റെ ബാസ്ക്കറ്റ് റെക്ടാംഗിൾ ഷേപ്പിലുള്ളത് കൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി വെക്കാൻ പറ്റും. ഇപ്പോ ഇതിന്റെ വാട്ട്സ് ചെക്ക് ചെയ്താ ന്യൂട്രികുക്ക് ആൻഡ് ഫിലിപ്സ് 1700 വാട്ട്സ് കൊണ്ടാണ് വരുന്നത്. ഇനി ന്യൂക്ക് 1600 വാട്ട്സ് ആൻഡ് ലാസ്റ്റ് ഹാവൽസ് 1500 വാട്ട്സ് കൊണ്ടാണ് വരുന്നത്. നമ്മൾ കൂടുതൽ വാട്ടേജ് ഉണ്ടെങ്കിൽ ഫുഡ് പെട്ടെന്ന് കുക്ക് ആവുമെന്ന് വിചാരിക്കും. അങ്ങനെ തന്നെ ഫിലിപ്സിൽ റാപ്പിഡ് എയർ ടെക്നോളജി ഉള്ളത് കൊണ്ട് ഫുഡ് ഫാസ്റ്റ് ആയിട്ട് കുക്ക് ആവുമെന്ന് ബ്രാൻഡുകാർ പറയുന്നുണ്ട്. സോ ഇതെല്ലാം റിയൽ ടൈമിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കാം. പക്ഷെ അതിനു മുമ്പ് ഇതിൽ കൊടുത്ത കൺട്രോൾസ്, ഡിസ്പ്ലേ ആൻഡ് പ്രീസെറ്റ്സിനെ കുറിച്ച് നോക്കാം. ഇവിടെ കണ്ട ന്യൂട്രികുക്ക് ആൻഡ് ഫിലിപ്സിൽ ഫ്രണ്ട് ഫേസിംഗ് പാനൽസ് ഉണ്ട്. സോ നിങ്ങൾ കൗണ്ടർ ടോപ്പിന്റെ മേളിൽ വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് കാണാം, അതുകൊണ്ട് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ന്യൂക്ക് ആൻഡ് ഹാവൽസിൽ ടോപ്പ് മൗണ്ടഡ് പാനൽസ് ആണ്. ഇതിന്റെ ഡിസ്പ്ലേസ് നോക്കിയാ ന്യൂക്ക് നല്ല പ്രീമിയം ആൻഡ് വളരെ ബ്രൈറ്റ് ആണ്. ന്യൂട്രികുക്ക് ആൻഡ് ഫിലിപ്സിലും ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ആയിട്ട് റീഡബിൾ ആണ്. പക്ഷെ ഹാവൽസിന്റെ ഡിസ്പ്ലേ കുറച്ച് ഓൾഡ് ലുക്ക് ആയിട്ട് തോന്നി.
ഇപ്പൊ ഇതിന്റെ പ്രീസെറ്റ്സിനെ കുറിച്ച് പറയണമെങ്കിൽ എല്ലാത്തിലും 8 പ്രീസെറ്റ്സ് ഉണ്ട്. ഇനി പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ടെമ്പറേച്ചർ ആൻഡ് ടൈം ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ആയി കുക്കിംഗ് സ്റ്റാർട്ട് ആവും. സോ ഫസ്റ്റ് ടൈം ഈ എയർ ഫ്രയർസ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ യൂസ് ആവും. ഇനി ന്യൂക്കിൽ അഡീഷണൽ ആയിട്ട് ഷേക്ക് റിമൈൻഡർ ഓപ്ഷനും ഉണ്ട്. സോ കുക്കിങ്ങിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു അലേർട്ട് വരും. ആ സമയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഫുഡിനെ ഷേക്ക് ചെയ്താൽ നന്നായിട്ട് കുക്കാവും. ആൻഡ് ലാസ്റ്റ് ന്യൂക്ക് ആൻഡ് ഫിലിപ്സിൽ പോസ് ആൻഡ് റെസ്യൂം ഓപ്ഷനും ഉണ്ട്. സോ കുക്ക് ആവുമ്പോൾ ഇടയിൽ ഈ പോസ് ബട്ടൺ പ്രസ് ചെയ്താൽ ടൈമർ ഹോൾഡ് ആയി നമുക്ക് ഫുഡ് ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് ഐറ്റം ആഡ് ചെയ്തിട്ട് പിന്നെ റെസ്യൂം ബട്ടൺ പ്രസ് ചെയ്താൽ ടൈമർ സ്റ്റാർട്ട് ആവും. ഇത് ചെറിയ ഫീച്ചർ ആയാലും ഡെയിലി യൂസേജിന് കൺവീനിയന്റ് ആയിട്ടിരിക്കും. ഇനി എല്ലാ എയർ ഫ്രയർസിലും ഫ്രണ്ട് വിൻഡോ ഗ്ലാസ് ആൻഡ് ലൈറ്റ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഫുഡ് കുക്ക് ആവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ഈ ലൈറ്റ് ഓപ്ഷൻ ന്യൂട്രികുക്ക് ആൻഡ് ഫിലിപ്സിൽ മാനുവൽ ആയിട്ട് കൺട്രോൾ ചെയ്യാം. സോ നിങ്ങൾക്കത് വേണമെങ്കിൽ ഓൺ ചെയ്ത് യൂസേജ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. അതേ ന്യൂക്ക് ആൻഡ് ഹാവൽസിൽ ലൈറ്റ് ഓട്ടോമാറ്റിക് ആണ്. സോ ബാസ്ക്കറ്റ് ഇൻസേർട്ട് ചെയ്തോടെ ലൈറ്റ് ഓൺ ആവും ആൻഡ് ബാസ്ക്കറ്റ് റിമൂവ് ചെയ്ത് ലൈറ്റ് ഓഫ് ആവും. ആൻഡ് എല്ലാ എയർ ഫ്രയർസിൽ ഓട്ടോ കട്ട് ഓഫ് ഫീച്ചറും ഉണ്ട്. സോ കുക്കിംഗ് കഴിഞ്ഞിട്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും. അതുകൊണ്ട് നമ്മൾ കിച്ചണിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ തന്നെ ഈ എല്ലാ എയർ ഫ്രയർസും ഡിഷ് വാഷർ സേഫ് ആണ്. പക്ഷെ എന്റെ റിക്കമെൻഡേഷൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ കൈകൊണ്ട് ജെന്റിൽ ആയിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ വരെ ഈ എയർ ഫ്രയർസിലുള്ള എല്ലാ ഫീച്ചേഴ്സും കണ്ടല്ലേ. ഇപ്പൊ ഈ എയർ ഫ്രയർസ് റിയൽ ടൈമിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് ഓയിൽ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാം. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് എടുക്കുക. ഇപ്പൊ എല്ലാ എയർ ഫ്രയർസിൽ ഫ്രഞ്ച് ഫ്രൈസിനെ ഈക്വൽ അമൗണ്ട്സിലിട്ട് ലൈറ്റ് ആയിട്ട് ഓയിൽ സ്പ്രേ ചെയ്ത് 200 ഡിഗ്രീസ് ടെമ്പറേച്ചർ ആൻഡ് 15 മിനിറ്റ്സ് ടൈമിന് സെറ്റ് ചെയ്ത് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ എയർ ഫ്രയർസിലും ഫ്രൈസ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി. ഈവൻ ഇതിനെ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ക്രിസ്പി ആയിട്ടുണ്ട്. സെയിം ഈ ഫ്രൈസിനെ നോർമൽ ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 1 ലിറ്റർ ഓയിൽ യൂസ് ചെയ്യേണ്ടി വരും. അതേ എയർ ഫ്രയറിലാണെങ്കിൽ ഓയിൽ സ്പ്രേ ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഓയിലിൽ ഫ്രൈ ചെയ്തതും ആൻഡ് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തതും റിയാൻഷിനെ കൊടുത്ത് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. കൊള്ളാം ചേച്ചി, ഇതും കൊള്ളാം ചേച്ചി. കണ്ടല്ലേ, എയർ ഫ്രയറിൽ കുക്ക് ചെയ്തതും സിമിലർ ടേസ്റ്റ് തന്നെ വന്നു. നെക്സ്റ്റ് ഈവൻ കുക്കിംഗ് ടെസ്റ്റ്. ഇതെന്താന്ന് വെച്ചാ എയർ ഫ്രയറിൽ വെച്ച ഫുഡ് ഈവൻ ആയിട്ട് കുക്ക് ആവുന്നില്ലയോ എന്ന് നോക്കാം. ഇതിനു വേണ്ടി ചിക്കൻ വിങ്സ് എടുത്ത് 2 വേസിൽ ടെസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ചിക്കനിന്റെ അകത്ത് നന്നായിട്ട് കുക്ക് ആവുന്നുണ്ടോ ആൻഡ് കോർണറിൽ വെച്ച പീസസും ഈവൻ ആയിട്ട് കുക്ക് ആവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. എന്നാന്ന് വെച്ചാൽ റിവ്യൂസിൽ കുറെ പേര് മിഡിലിൽ നന്നായിട്ട് കുക്ക് ആവുന്നുണ്ട് പക്ഷെ കോർണേഴ്സിൽ കുക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയും ചിക്കൻ വിങ്സിനെ കോർണറിൽ വെച്ച് ലൈറ്റ് ആയിട്ട് ഓയിൽ സ്പ്രിങ്കിൾ ചെയ്ത് 180 ഡിഗ്രീസ് ടെമ്പറേച്ചറിൽ 15 മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്ത് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ടൈം കുറച്ച് വെച്ചാലും ഫിലിപ്സിൽ കോർണറിൽ വെച്ച പീസസ് പുറത്തു മാത്രമല്ല അകത്തും ഈവൻ ആയിട്ട് കുക്കായി. ഞാൻ ഇത് റാൻഡം ആയിട്ടൊന്നും പറയുന്നില്ല. ഈ റിസൾട്ട് ഞങ്ങളുടെ വീഡിയോഗ്രാഫേഴ്സ് ഒക്കെ കഴിച്ചിട്ടാണ് പറയുന്നത്. നേരത്തെ ഫിലിപ്സിൽ റാപ്പിഡ് എയർ ടെക്നോളജി ഉള്ളത് കൊണ്ട് ഫുഡ് ഫാസ്റ്റ് ആയിട്ട് കുക്കാവോ എന്ന് പറഞ്ഞതല്ലേ, അതിവിടെ പ്രൂവ് ആയി. അങ്ങനെ തന്നെ ഹാവൽസ്, ന്യൂക്ക്, ന്യൂട്രികുക്ക് ഇതിലും നന്നായിട്ട് തന്നെ കുക്കായി. പക്ഷേ ഈ മൂന്നിലും ഇനി 3 മിനിറ്റ്സ് എക്സ്ട്രാ വെച്ചാ പെർഫെക്റ്റ് ആയിട്ട് കുക്കായേനെ. ഇനി ഈ ഈവൻ കുക്കിംഗ് ടെസ്റ്റിൽ പിള്ളേർക്ക് ഇഷ്ടമായ പിസ്സനെയും കുക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. ഇതിനു വേണ്ടി എല്ലാ എയർ ഫ്രയർസിൽ പിസ്സനെ പ്ലേസ് ചെയ്ത് 180 ഡിഗ്രീസ് ടെമ്പറേച്ചറിൽ 7 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. റിസൾട്ട്സ് നോക്കിയാ എല്ലാ പിസ്സാസും പെർഫെക്റ്റ് ആയിട്ട് കുക്കായി. ഈവൻ ഇത് എല്ലാത്തിനും ടേസ്റ്റ് ചെയ്തും ടെസ്റ്റ് ചെയ്തു. സൂപ്പർ ഉണ്ട്. ഇനി ഞാൻ റെഡിമെയ്ഡ് പിസ്സ യൂസ് ചെയ്തതുകൊണ്ട് ഈ ടെമ്പറേച്ചർ വെച്ചതാ. ഇൻ കേസ് നിങ്ങൾ വീട്ടിൽ തന്നെ പിസ്സ ബേസിക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ടൈം ആൻഡ് ടെമ്പറേച്ചറിനെ സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് കുക്കിംഗ് ടൈം ടെസ്റ്റ്. ഈ എയർ ഫ്രയർസിൽ വെച്ച ഫുഡ് എത്ര ടൈമിൽ പ്രോപ്പർ ആയിട്ട് കുക്ക് ആവുമെന്ന് ടെസ്റ്റ് ചെയ്യുക. ഈ ടെസ്റ്റിന് വേണ്ടി ചിക്കൻ ബ്രസ്റ്റ് എടുത്തു. ഇതിനെ എല്ലാ എയർ ഫ്രയർസിൽ വെച്ച് 200 ഡിഗ്രീസ് ടെമ്പറേച്ചർ ആൻഡ് 15 മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്ത് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. റിസൾട്ട്സ് കണ്ട ഫിലിപ്സ് ആൻഡ് ഹാവൽസ് 15 മിനിറ്റ്സിൽ തന്നെ ചിക്കൻ ബ്രസ്റ്റിനെ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തു. പക്ഷെ ന്യൂട്രികുക്ക് ആൻഡ് ന്യൂക്കിൽ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയില്ല. സോ എക്സ്ട്രാ 5 മിനിറ്റ്സ് വെച്ചപ്പോ ഇതിലും പെർഫെക്റ്റ് ആയിട്ട് കുക്കായി. ആൻഡ് നെക്സ്റ്റ് ഇനി ഒരു ഇമ്പോർട്ടന്റ് ടെസ്റ്റ് ചെയ്യുക. ബ്രാൻഡുകാർ കൊടുത്ത പ്രീസെറ്റ്സിൽ ഫുഡ് എങ്ങനെ കുക്ക് ആവുമെന്ന് ടെസ്റ്റ് ചെയ്യുക. ഇതിനു വേണ്ടി ഞാൻ കേക്കിനെ ബേക്ക് ചെയ്യുക.
ഇപ്പൊ എല്ലാ എയർ ഫ്രയർസിൽ കേക്കിനെ പ്ലേസ് ചെയ്ത് ബേക്കിംഗ് ഓപ്ഷനെ സെലക്ട് ചെയ്ത് ടെസ്റ്റിനെ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ കണ്ട ന്യൂട്രികുക്ക് ആൻഡ് ഫിലിപ്സിൽ അവർ മെൻഷൻ ചെയ്ത പ്രീസെറ്റ്സ് നന്നായിട്ട് വർക്കായി. എന്നാന്ന് വെച്ചാൽ ഇതിൽ കേക്ക് നന്നായിട്ട് കുക്കായി. അങ്ങനെ തന്നെ ന്യൂക്ക് ആൻഡ് ഹാവൽസിൽ അവർ മെൻഷൻ ചെയ്ത പ്രീസെറ്റ്സിൽ കേക്ക് അത്ര നന്നായിട്ടൊന്നും കുക്കായില്ല. ഇവിടെ നോക്കിയാൽ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇനി പിള്ളേർക്ക് ഇഷ്ടമുള്ള സമോസാസ് വെച്ചും ടെസ്റ്റ് ചെയ്യുക. ഈ ടെസ്റ്റിൽ എല്ലാ എയർ ഫ്രയർസ് നന്നായിട്ട് വർക്കായി. സമോസാസ് എല്ലാം നന്നായിട്ട് കുക്കായി. നെക്സ്റ്റ് പ്രോട്ടീൻ ആൻഡ് ഗ്രിൽ ടെസ്റ്റ് ചെയ്യുക. എന്നാന്ന് വെച്ചാൽ ജിമ്മിൽ പോകുന്നവർക്ക് അല്ലെങ്കിൽ സ്ട്രിക്ട് ഡയറ്റ് ഫോളോ ആവുന്നവർക്ക് വെജ് പ്രോട്ടീൻ വേണമെങ്കിൽ സോയ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സോ ഈ ടെസ്റ്റിൽ സോയ എടുത്ത് ഇങ്ങനെ ടിക്കാസ് പോലെ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇവിടെ കണ്ട ന്യൂട്രികുക്ക് ആൻഡ് ഹാവൽസിൽ സോയ നന്നായിട്ട് കുക്കായി. പക്ഷെ ന്യൂക്ക് ആൻഡ് ഫിലിപ്സിൽ പ്രോപ്പർ ആയിട്ട് കുക്കായില്ല. ഇതിന്റെ അകത്ത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സോ ഫൈനലായിട്ട് ഈ എല്ലാ എയർ ഫ്രയർസ് റിയൽ ടൈമിൽ എങ്ങനെ വർക്ക് ആവുമെന്ന് അറിഞ്ഞതല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സിനെ കുറിച്ച് പറയാം. ഫസ്റ്റ്, സർവീസ്. ഇവിടെ ന്യൂട്രികുക്കിന്റെ റിവ്യൂസിൽ സർവീസ് ഡീസെന്റ് ആയിട്ടുണ്ടെന്ന് പറയുക. ആൻഡ് ഇത് 2 years വാറന്റി കൊണ്ടാണ് വരുന്നത്. അങ്ങനെ തന്നെ ന്യൂക്കിന്റെ സർവീസും നന്നായിട്ട് തന്നെ ഉണ്ട്. ആൻഡ് ബ്രാൻഡുകാര് 1 year വാറന്റി മാത്രമേ തരുന്നുള്ളൂ. ഇനി ഫിലിപ്സിന്റെ സർവീസും നല്ലതാ. എല്ലാ പ്ലേസിലും ഇതിന്റെ സർവീസ് സെന്റേഴ്സ് ഉള്ളത് കൊണ്ട് എപ്പോ പ്രോബ്ലം വന്നാലും ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ആവും. ആൻഡ് അത് 2 years വാറന്റി കൊണ്ടാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ്, ഹാവൽസ് ഡോർ സ്റ്റെപ്പ് സർവീസ് തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിലും ടെക്നീഷ്യൻ വീട്ടിൽ വന്ന് ഫിക്സ് ചെയ്യും. ആൻഡ് ഇതും 2 years വാറന്റി കൊണ്ടാണ് വരുന്നത്. ഫൈനലായിട്ട് ഈ 4 എയർ ഫ്രയർസിന്റെ ഫീച്ചേഴ്സ്, ടെസ്റ്റ്, വാറന്റി, സർവീസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇതിൽ ഞങ്ങളുടെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ന്യൂട്രികുക്ക്. ഇത് എടുക്കാനുള്ള മെയിൻ റീസൺ ഇത് സെറാമിക് കോട്ടിംഗ് മെറ്റീരിയൽ കൊണ്ടാണ് വരുന്നത്. 7.6 liters കപ്പാസിറ്റി. ആൻഡ് ഇതിനെ വേറെ എയർ ഫ്രയർസുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഇതിന്റെ പ്രൈസ് കുറച്ച് റീസണബിൾ ആണ്. അങ്ങനെ തന്നെ ഇത് എല്ലാ ടെസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇനി ഞങ്ങളുടെ സെക്കൻഡ് റെക്കമെൻഡേഷൻ ഫിലിപ്സ്. എന്നാന്ന് വെച്ചാൽ ഇത് എല്ലാ കുക്കിംഗ് ടെസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. ആൻഡ് ഇതിന്റെ സർവീസ് ആൻഡ് വാറന്റിയും കൊള്ളാം. പക്ഷേ ഇത് നോൺ സ്റ്റിക് കോട്ടിംഗ് കൊണ്ടാണ് വരുന്നത്. സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് മേടിക്കാം. കുറച്ച് ഓയിൽ യൂസ് ചെയ്ത് വീട്ടിൽ ഹെൽത്തി ഫുഡ്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഈ എയർ ഫ്രയർസ് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾക്കും ഈ പ്രോഡക്ട്സ് മേടിക്കണമെങ്കിൽ ഇതിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഒന്ന് ഓഫേഴ്സ് നോക്കി പർച്ചേസ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ അണ്ടർ 5,000 rupeesലുള്ള എയർ ഫ്രയർസിനെ കമ്പയർ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് ഈ എയർ ഫ്രയർസിനെ പറ്റി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ തരും. ആൻഡ് സബ്സ്ക്രൈബ്.